ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത് നിങ്ങളുടെ വണ്ടിയുടെ പീരിയോഡിക് സർവീസിന്റെ ടൈമും കിലോമീറ്ററും എല്ലാമാണ്. ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ ഈ ഒരു കാര്യം അറിയാവുന്നതാണ്, എങ്കിലും അറിയാത്തവരും ഉണ്ടാകും. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. റോയൽ എൻഫീൽഡിന്റെ 650cc വരുന്ന ഇന്റർസെപ്റ്റർ ആൻഡ് GT വണ്ടികൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ വണ്ടികൾക്കും തന്നെ ഒരേ മാസം ഒരേ കിലോമീറ്ററുകളുമാണ് സർവീസ് പീരീഡിൽ വരുന്നത്. ഇന്റർസെപ്റ്റർ ആൻഡ് GTയുടെ സർവീസ് പീരീഡ് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ്. നമ്മുടെ റോയൽ എൻഫീൽഡ് വണ്ടികൾക്ക് 4 ഫ്രീ സർവീസും ബാക്കി പെയ്ഡുമാണ് വരുന്നത്. ഫസ്റ്റ് ഫ്രീ സർവീസ് വരുന്നത് 500 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 മാസത്തിലാണ്. ഈ രണ്ടിലും ഏതാണോ ആദ്യം വരുന്നത്, ഏതാദ്യം വന്നാലും ആ സമയത്ത് തന്നെ വണ്ടി സർവീസിന് കൊടുക്കേണ്ടതാണ്. വണ്ടി എടുത്ത് കുറച്ച് ലോങ് ഓടുന്നവർക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ഈ ഒരു 500 കിലോമീറ്റർ കവർ ആയെന്ന് വരാം. ഉദാഹരണം പറഞ്ഞ പോലെ ഈ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ 500 കിലോമീറ്റർ കവർ ആവുകയാണെങ്കിൽ നിങ്ങൾ 1.5 മാസം വെയിറ്റ് ചെയ്യേണ്ടതില്ല. കിലോമീറ്റർ പെട്ടെന്നായതുകൊണ്ട് തന്നെ ഫസ്റ്റ് സർവീസും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ വണ്ടി എടുത്തതിന് ശേഷം വണ്ടി അധികം ഓടാത്തവരാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്ക് 1.5 മാസം കവർ ആയാലും ചിലപ്പോൾ കിലോമീറ്റർ 300-200 മാത്രമായിരിക്കും ആയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മാസമാണ് ആദ്യം വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ളപ്പോൾ 1.5 മാസത്തിൽ തന്നെ ഫസ്റ്റ് സർവീസ് ചെയ്യേണ്ടതാണ്. കിലോമീറ്റർ അല്ലെങ്കിൽ മാസം ഇതിൽ ഏത് ആദ്യം വരുന്നോ അപ്പോൾ തന്നെ സർവീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് സർവീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി സെക്കൻഡ് സർവീസിന്റെ സമയം നോക്കാം. എൻഫീൽഡ് വണ്ടിയുടെ സെക്കൻഡ് സർവീസ് വരുന്നത് 5000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 മാസത്തിലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാണോ ആദ്യം വരുന്നത്, മാസമാണോ കിലോമീറ്റർ ആണോ ആദ്യം വരുന്നത്, അതിനനുസരിച്ച് തന്നെ സർവീസ് ചെയ്യേണ്ടതാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ സർവീസുകളും 5000 കിലോമീറ്ററും 6 മാസവും വെച്ച് കൂടിയാണ് പോകുന്നത്. മൂന്നാമത്തെ ഫ്രീ സർവീസ് വരുന്നത് 10000 കിലോമീറ്റർ അല്ലെങ്കിൽ 12 മാസത്തിലാണ്. നാലാമത്തെ ഫ്രീ സർവീസ് വരുന്നത് 18 മാസം അല്ലെങ്കിൽ 15000 കിലോമീറ്ററിലാണ്. അടുത്തത് അഞ്ചാമത്തെ പെയ്ഡ് സർവീസ് വരുന്നത് 20000 കിലോമീറ്റർ അല്ലെങ്കിൽ 24 മാസത്തിലാണ്. ഇതിനി ഇതേപോലെ തന്നെ 6 മാസം അല്ലെങ്കിൽ 5000 കിലോമീറ്റർ വെച്ച് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. അടുത്തത് 650cc വരുന്ന ഇന്റർസെപ്റ്റർ ആൻഡ് GTയുടെ സർവീസ് പീരീഡ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സർവീസ് മാത്രമാണ് 1.5 മാസത്തിലും 500 കിലോമീറ്ററിലും വരുന്നത്. ബാക്കി എല്ലാ സർവീസുകളും 10000 കിലോമീറ്ററും 1 വർഷവും വെച്ചാണ് കൂടി പോകുന്നത്. ഓരോ സർവീസിനും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും ഓരോ സർവീസ് കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ് ഇനി അങ്ങോട്ടുള്ള വീഡിയോസുകളിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.